കേരളത്തിൽ തുടരുന്ന അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും മത്സര പരീക്ഷകളിലും വലിയ മാറ്റങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് സർക്കാർ സർവകലാശാലകൾ PSC തുടങ്ങിയ പരീക്ഷകളും പരിശീലന പരിപാടികളും മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് നടത്താനിരുന്ന സെറ്റ് പരീക്ഷയും ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയും മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചു. അതോടൊപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പരീക്ഷകളും പിന്നീട് നടത്തും. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് ഔദ്യോഗികമായി അറിയിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. പരീക്ഷ എഴുതുന്നവർ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വെള്ളക്കെട്ട്, മണ്ണിടിച്ചിൽ, മരങ്ങൾ, കടപുഴകൾ തുടങ്ങിയ അപകട സാധ്യതകൾ കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങളുണ്ട്. MG സർവകലാശാലയുടെ പരീക്ഷാ ഷെഡ്യൂളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് സർവകലാശാലയുടെ ഔദ്യോഗിക അറിയിപ്പിലൂടെ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾ അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതെ സർവകലാശാലയുടെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. മത്സര പരീക്ഷാ രംഗത്തും മഴയുടെ പ്രത്യാഘാതം പ്രകടമാണ്. ഇടുക്കി ജില്ലയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കായികക്ഷമതാ പരീക്ഷ ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നടത്താനിരുന്നതായിരുന്നു. എന്നാൽ കാലാവസ്ഥാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ പരീക്ഷയും മാറ്റിവെച്ചിരിക്കുകയാണ്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് PSC അറിയിച്ചു. ഇതിനിടെ ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമായ മറ്റൊരു പ്രഖ്യാപനവും PSC നടത്തിയിട്ടുണ്ട്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്നലെ നടന്ന 10ാം തരം പൊതുപ്രാഥമിക പരീക്ഷ കനത്ത മഴ കാരണം എഴുതാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അവസരം നൽകും. ഇവർക്കായി ആഗസ്റ്റ് 22-ന് വീണ്ടും പരീക്ഷ നടത്തുമെന്ന് PSC അറിയിച്ചു. മഴ മൂലം പരീക്ഷ നഷ്ടമായവർക്ക് ഇത് വലിയ ആശ്വാസമാകും. കേരളത്തിൽ മഴയുടെ തീവ്രത തുടരുന്ന സാഹചര്യത്തിൽ അധികൃതർ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് പോകരുത്, പരീക്ഷകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പുതുക്കിയ വിവരങ്ങൾ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രം പരിശോധിക്കുക എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴയുടെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ പരീക്ഷാ മാറ്റങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകളോ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏറ്റവും പുതിയ ഔദ്യോഗിക അറിയിപ്പുകൾ നിരന്തരം ശ്രദ്ധിക്കേണ്ടതാണ്.